ഈ ലോകത്തിന് എന്താണ് സംഭവിച്ചത്? എവിടെ നോക്കിയാലും കലാപങ്ങളും പ്രതിഷേധങ്ങളും മാത്രം. ഇന്നലെ വരെ നേപ്പാളിലെ കലാപങ്ങൾ നാം കണ്ടിരുന്നു. ഇപ്പോൾ യൂറോപ്പിലും ജനങ്ങൾ തെരുവിൽ ഇറങ്ങിയിരിക്കുന്നു. ലണ്ടന്റെ തെരുവുകൾ ജനങ്ങളുടെ ആർപ്പുവിളികളാൽ നിറഞ്ഞിരിക്കുന്നു. ഇത് ഒരു വലിയ യുദ്ധത്തിനുള്ള ആഹ്വാനമാണ്. അവിടെ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത്? 2025 എന്ന വർഷം നാം തീർച്ചയായും ഓർത്തുവെക്കേണ്ട ഒന്നാണ്. കാരണം ലോകം മുഴുവൻ ഒരു പുതിയ പാത തിരഞ്ഞെടുത്തിരിക്കുന്നു. അതാണ് പ്രതിഷേധത്തിന്റെ പാത. ഇത്രയും നാൾ മൗനമായി സഹിച്ചിരുന്നവർ ഇപ്പോൾ തെരുവിൽ ഇറങ്ങി ശബ്ദം ഉയർത്തി കരയുകയാണ്. ബ്രിട്ടന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിപ്ലവം ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു. ലണ്ടനിലേക്ക് കുടിയേറിയവർക്കെതിരെ അവിടത്തെ ജനങ്ങൾ തന്നെ പോരാടുകയാണ്. ഇപ്പോൾ അവിടെയുള്ള എല്ലാവരുടെയും മനസ്സിൽ ഒരേ ഒരു ചോദ്യം: ആരുടെ ജോലിയാണ് പോകുക? ആരുടെ വീടാണ് കത്തിക്കപ്പെടുക? വർഷങ്ങളായി ലണ്ടനിൽ താമസിക്കുന്നവരെ പോലും ഒറ്റ ദിവസം കൊണ്ട് പുറത്തുകാരായി മുദ്രകുത്തുന്നു. കൂടുതൽ പറയുകയാണെങ്കിൽ എലോൺ മസ്ക് പോലുള്ളവർ പോലും ഈ പ്രതിഷേധങ്ങൾക്ക് പിന്തുണ നൽകുന്നു. എന്നാൽ ലണ്ടനിൽ ഏറ്റവും കൂടുതൽ കുടിയേറ്റക്കാർ ആരാണെന്ന് അറിഞ്ഞാൽ നിന്റെ തല തിരിയും. ഈ വീഡിയോയിൽ നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാം. അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മതം ഏതാണെന്ന് കമന്റ് സെക്ഷനിൽ എഴുതൂ. ഒരു പാകിസ്ഥാൻ സ്ത്രീയെ ആഭ്യന്തരമന്ത്രിയായി നിയമിച്ചതോടെ ബ്രിട്ടൻ മുഴുവൻ കലങ്ങിമറിഞ്ഞിരിക്കുന്നു. വരുന്ന 10 വർഷത്തിനുള്ളിൽ ബ്രിട്ടൻ മുഴുവൻ മാറിപ്പോകാനുള്ള സാധ്യതകൾ തെളിഞ്ഞു കാണുന്നു. ബ്രിട്ടന്റെ അടിത്തറ പോലും ഇപ്പോൾ കുലുങ്ങുന്നു. ഒരൊറ്റ വ്യക്തി ബ്രിട്ടന്റെ ഭാവി മാറ്റാൻ പോകുന്നു. ലണ്ടനിലുള്ളവർ എന്തുകൊണ്ടാണ് ഇന്ത്യക്കാർ എന്നോ മുസ്ലിങ്ങൾ എന്നോ പറഞ്ഞാൽ കോപിക്കുന്നത് അറിയാമോ? ടോമി റോബിൻസൺ ആർ. ലണ്ടനിൽ നിന്ന് കുടിയേറ്റക്കാരെ പുറത്താക്കണമെന്ന് ജനങ്ങൾ തെരുവിൽ ഇറങ്ങുന്നത് എന്തിനാണ് അറിയാമോ? ഇത് അറിയുന്നതിനു മുമ്പ് ലണ്ടനിൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കണം. ബ്രിട്ടനിൽ മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിച്ചുവരുന്നു. അത് തീവ്രവാദത്തിന് ആസ്പദമാകുന്നുവെന്ന് എല്ലാവരും കരുതുമ്പോൾ സർക്കാർ ഒരു പാകിസ്ഥാൻ സ്ത്രീയെ ആഭ്യന്തരമന്ത്രിയായി നിയമിച്ചു. എലോൺ മസ്ക് പോലുള്ളവർ ഈ പ്രതിഷേധക്കാർക്ക് പിന്തുണ നൽകുന്നു. മെൽബൺ മുതൽ ലണ്ടൻ വരെ, സിഡ്നി മുതൽ പാരീസ് വരെ കുടിയേറ്റത്തിനെതിരെ പ്രതിഷേധങ്ങൾ നടക്കുന്നു. തങ്ങളുടെ രാജ്യത്തേക്ക് കുടിയേറിയവരെ മുഴുവൻ രാജ്യത്ത് നിന്ന് പുറത്താക്കണമെന്ന് ജനങ്ങൾ സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നു. എന്നാൽ ഇത് ബ്രിട്ടനിൽ മാത്രമല്ല, ഓസ്ട്രേലിയയിലും കാനഡയിലും ഇതേപോലുള്ള റാലികൾ തുടങ്ങിയിരിക്കുന്നു. കുടിയേറ്റം നിർത്തണമെന്ന് ജനങ്ങൾ തെരുവിൽ പോരാടുന്നു. സിഡ്നിയിലും മെൽബണിലും പ്രതിഷേധങ്ങൾ ഏറ്റവും തീവ്രമാണ്. ചില രാജ്യങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് കുടിയേറിയവരെ തന്നെ ലക്ഷ്യമിട്ടിരിക്കുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടെ മുസ്ലിങ്ങളും ഇന്ത്യക്കാരും ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ട്. ഇത് 100 വർഷത്തിനിടെ വന്ന ഗ്രീക്കുകാരെയും ഇറ്റാലിയൻകാരെയും കാൾ കൂടുതലാണെന്ന് ജനങ്ങൾ ആരോപിക്കുന്നു. ഫ്രാൻസിൽ ഒരാൾ അകത്ത് ഒരാൾ പുറത്ത് എന്ന മുദ്രാവാക്യം എല്ലായിടത്തും കേൾക്കാം. സർക്കാരും എത്രയും വേഗം കുടിയേറ്റക്കാരെ രാജ്യത്ത് നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്നു. UK-യിലും ഇതേ സ്ഥിതി തുടരുന്നു. ഗ്രേറ്റ് ബ്രിട്ടന്റെ തെക്കുകിഴക്ക് തേംസ് നദിയുടെ തീരത്തുള്ള ലണ്ടൻ ഒരു ക്രിസ്ത്യൻ നഗരമായാണ് പലർക്കും അറിയപ്പെടുന്നത്. അവിടെ 15 മില്യണിലധികം ജനങ്ങൾ താമസിക്കുന്നു. അവരിൽ 40% ക്രിസ്ത്യാനികളാണ്. 27% പേർ തങ്ങൾക്ക് യാതൊരു മതവുമില്ലെന്ന് പറയുന്നു. എന്നാൽ ലണ്ടനിൽ ഇപ്പോൾ രണ്ടാമത്തെ വലിയ മതം ഏതാണെന്ന് അറിയാമോ? ഇസ്ലാം. നിലവിൽ അവിടെ 14% മുസ്ലിങ്ങൾ ഉണ്ട്. ഇത് കണ്ട് ലണ്ടനിലെ താമസക്കാർ ഭയപ്പെടുന്നു. എന്നാൽ ലണ്ടനിൽ മാത്രമല്ല, UK-യിൽ എവിടെ നോക്കിയാലും കുടിയേറ്റക്കാർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. 2035 രാജ്യത്ത് 25% മുസ്ലിങ്ങൾ ഉണ്ടാകുമെന്ന് സർവേകൾ പറയുന്നു. അതായത് ബ്രിട്ടനിൽ ഇസ്ലാം വേഗത്തിൽ വ്യാപിക്കുന്നു. ലണ്ടനിലെ വൈറ്റ് സിറ്റികളിൽ നോഗോ സോണുകൾ പോലും തുടങ്ങിയിട്ടുണ്ട്. അതായത് മുസ്ലിങ്ങൾ അല്ലാതെ മറ്റു മതസ്ഥർ അവിടെ പോകരുത്. ഇത് എത്ര വിചിത്രമാണ്! മറ്റു മതസ്ഥർ ഈ പ്രദേശങ്ങളിൽ പോകാൻ ഭയപ്പെടുന്നു. ഈ പ്രദേശങ്ങളിൽ മുസ്ലിങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പെരുമാറുകയും കുറ്റകൃത്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതേസമയം 2025 മുസ്ലിം വിരുദ്ധ കുറ്റകൃത്യങ്ങൾ റെക്കോർഡ് നിലവാരത്തിലാണ്. കഴിഞ്ഞ 2 വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ 72%-ലധികം ഇസ്ലാമോഫോബിയ വർദ്ധിച്ചു. മറ്റു മതസ്ഥർക്കെതിരായ ആക്രമണങ്ങളും തുടരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ലണ്ടനിൽ ഇന്ത്യക്കാരനായാലും മുസ്ലിമായാലും ജീവിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്നത്. മുസ്ലിം പള്ളികൾക്ക് നേരെ ആക്രമണങ്ങൾ നടക്കുന്നു. ബുർഖ ധരിച്ച മുസ്ലിം സ്ത്രീകളെ പൊതുസ്ഥലങ്ങളിൽ ശല്യപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്യുന്നു. 2025 സെപ്റ്റംബറിൽ സെന്റ് ജോർജ് പതാക പ്രചാരണ വേളയിൽ പള്ളികളും ലക്ഷ്യമിട്ടു. 2025 ഫെബ്രുവരിയിൽ മുസ്ലിങ്ങൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ 5000-ലെത്തിയതോടെ എല്ലാവരും ഞെട്ടിപ്പോയി. മറ്റു രാജ്യങ്ങളിൽ നിന്ന് ലണ്ടനിലേക്ക് വരുന്ന മുസ്ലിങ്ങളുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചു. അതോടൊപ്പം അവർക്കെതിരായ കുറ്റകൃത്യങ്ങളും റെക്കോർഡ് നിലവാരത്തിൽ വർദ്ധിച്ചു. ബ്രിട്ടനിലെ സ്കൂളുകളിൽ പോലും ഹലാൽ ഭക്ഷണം നിർബന്ധമാക്കിയിരിക്കുന്നു. ഇത് മറ്റു മതസ്ഥർക്ക് വലിയ അസൗകര്യമാണ്.
അവർ തെരുവിൽ വന്ന് നമസ്കരിക്കുന്നത് പലരും വെറുക്കുന്നു. സ്വന്തം രാജ്യത്ത് തങ്ങളുടെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നതിനാൽ ബ്രിട്ടനിലെ താമസക്കാർ മുസ്ലിങ്ങൾക്കെതിരെ ദേഷ്യം വളർത്തുന്നു. ഒരു കാലത്ത് പള്ളികളിൽ നിന്ന് പ്രാർത്ഥനകൾ കേൾക്കാമായിരുന്നു, ഇപ്പോൾ മോസ്കുകളിൽ നിന്ന് ആസാൻ മുഴങ്ങുന്നു. ഇതെല്ലാം അധികാരത്തിലുള്ള രാഷ്ട്രീയക്കാരുടെ കാരണമാണെന്ന് ജനങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ലേബർ പാർട്ടി മുസ്ലിങ്ങളെ അവരുടെ ഏറ്റവും വലിയ വോട്ട് ബാങ്കായി കാണുന്നു. അതിനാൽ അവർക്ക് സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശം നൽകുക മാത്രമല്ല, അവരുടെ അവകാശങ്ങൾക്കായി ജനങ്ങളോട് വാദിക്കുകയും ചെയ്യുന്നു. ഇതിനാൽ ജനങ്ങളുടെ മനസ്സിൽ ദേഷ്യം ഉള്ളിൽ കുമിഞ്ഞുകൂടുന്നു. അവർ തെരുവിൽ ഇറങ്ങി പ്രതിഷേധിക്കുന്നു. ടോമി റോബിൻസൺ അടുത്തിടെ ലണ്ടന്റെ തെരുവുകളിൽ ഒരു റാലി നടത്തി. 100,000-ലധികം ആളുകൾ ഈ റാലിയിൽ പങ്കെടുത്തു. ഇതെല്ലാം കുടിയേറ്റക്കാർക്കെതിരായ മാർച്ചാണ്. ബ്രിട്ടനിൽ വർദ്ധിച്ചുവരുന്ന ഇസ്ലാമും അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെതിരെയും ഈ റാലിയിൽ സംസാരിച്ചു. ബ്രിട്ടന്റെ സമ്പദ്വ്യവസ്ഥയെ ദുർബലപ്പെടുത്തുന്നതിനൊപ്പം ബ്രിട്ടനിലെ വിഭവങ്ങളും തൊഴിൽ അവസരങ്ങളും ഇതുമൂലം ബാധിക്കപ്പെടുന്നുവെന്ന് ടോമി പറഞ്ഞു. ഇതിനകം തന്നെ ജനങ്ങൾ തൊഴിലില്ലായ്മയാൽ കഷ്ടപ്പെടുന്നു. അതിനാൽ എല്ലാവരും അവന്റെ വാക്കുകൾക്ക് പിന്തുണ നൽകി. ഈ കുടിയേറ്റക്കാർ ആഡംബര ജീവിതം നയിക്കുന്നു. ഇതിനാൽ അവരുടെ തൊഴിൽ അവസരങ്ങൾ ഈ കുടിയേറ്റക്കാർ കവർന്നെടുക്കുന്നുവെന്ന് ജനങ്ങൾ കരുതുന്നു. അതിനാലാണ് യൂറോപ്പ് മുഴുവൻ കലാപങ്ങൾ നിറഞ്ഞിരിക്കുന്നത്. ബ്രിട്ടനിൽ ഭൂരിഭാഗം തൊഴിൽ അവസരങ്ങളും മുസ്ലിങ്ങൾക്കാണ് പോകുന്നത്. ബ്രിട്ടനിലെ താമസക്കാർ ദാരിദ്ര്യത്തിലേക്ക് തള്ളപ്പെടുന്നു. പ്രതിഷേധക്കാർ നോഗോ സോണുകളിലേക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ പോലീസ് തടഞ്ഞു. എന്നാൽ ജനങ്ങൾ പോലീസിനെ ആക്രമിച്ചതിനാൽ പോലീസ് വേഗം സ്ഥിതി നിയന്ത്രണത്തിലാക്കി. നിലവിൽ ജനസംഖ്യ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. എലോൺ മസ്ക് വീഡിയോ കോൾ വഴി പ്രതിഷേധക്കാരെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ അവരുടെ ശക്തി കൂടുതൽ വർദ്ധിച്ചു. എന്നാൽ ഡൊണാൾഡ് ട്രംപിന് ഇനിയും തലവേദനകൾ കൂടും. ബ്രിട്ടീഷ് സർക്കാരിനെതിരെ മസ്ക് ഇതിനകം തന്നെ നിരവധി പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. ജനങ്ങൾക്ക് യഥാർത്ഥ അധികാരം ഉണ്ടായിരിക്കണം, അത് ബഹുമാനിച്ച് സർക്കാർ മാറണമെന്ന് പലതും പറഞ്ഞിട്ടുണ്ട്. പോരാടൂ അല്ലെങ്കിൽ മരിക്കൂ എന്നും മസ്ക് പ്രതിഷേധക്കാർക്ക് പിന്തുണ നൽകിയതിനാൽ ഈ പോരാട്ടം കൂടുതൽ തീവ്രമായി. ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ജയിലിൽ ആയിരിക്കേണ്ടവനാണ്, അവൻ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്നുവെന്നും എലോൺ മസ്ക് ജനങ്ങളെ കൂടുതൽ ഉത്തേജിപ്പിച്ചു. ഒരു പാകിസ്ഥാൻ സ്ത്രീയെ ആഭ്യന്തരമന്ത്രിയായി നിയമിച്ചത് തീയിൽ എണ്ണ ഒഴിച്ചതുപോലെയായി. ഇത് ബ്രിട്ടന്റെ ചരിത്രത്തിൽ ആദ്യമാണ്. ഈ സ്ത്രീയുടെ പേര് ഷബാന മുഹമ്മദ്. ഇവർ പാകിസ്ഥാൻ യുവതിയാണ്, കുടിയേറ്റത്തിലൂടെ ബ്രിട്ടനിൽ എത്തിയവൾ. ഇപ്പോൾ അവർ ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റിരിക്കുന്നു. അന്നു മുതൽ കുടിയേറ്റം കൂടുതൽ ശക്തമായി. അവർ മുസ്ലിങ്ങളെ പിന്തുണയ്ക്കുന്ന ലേബർ പാർട്ടിയിലെ അംഗമാണ്. അതിനാൽ അവർക്ക് ആഭ്യന്തരമന്ത്രി പദവി നൽകി. കുടിയേറ്റത്തിന്റെ മേൽ പൂർണ്ണ നിയന്ത്രണം അവർക്കാണ്. അതിനാൽ ഇപ്പോൾ തന്റെ ഇഷ്ടപ്രകാരം കൂടുതൽ മുസ്ലിം ജനസംഖ്യ വർദ്ധിപ്പിക്കുമെന്ന് ജനങ്ങൾ ഭയപ്പെടുന്നു. കാരണം അവർക്ക് ആ ശക്തിയുണ്ട്. ഇതിനകം തന്നെ ഷബാന കുടിയേറ്റക്കാരെ അനുവദിച്ചിട്ടുണ്ട്. ഈ വിഷയം ടോമി റോബിൻസൺ റാലിയിൽ പറഞ്ഞു. ആദ്യ ദിനം തന്നെ 1000-ലധികം അനധികൃത കുടിയേറ്റക്കാർ ബ്രിട്ടനിൽ പ്രവേശിച്ചുവെന്ന് അവർ ട്വീറ്റ് ചെയ്തു. ഇവിടെ ഒരു രസകരമായ കാര്യം പറയണം. ബ്രിട്ടനിൽ ജനങ്ങൾ 2 കൂട്ടമായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഒരു കൂട്ടം മുസ്ലിം കുടിയേറ്റത്തെ എതിർക്കുന്നു, മറ്റൊരു കൂട്ടം ഈ പ്രതിഷേധങ്ങളെയും പോരാട്ടങ്ങളെയും എതിർക്കുന്നു. അവർ വേറെ ആരുമല്ല, ഈ രാഷ്ട്രീയക്കാർ തന്നെ. യഥാർത്ഥത്തിൽ ഏതൊരു രാജ്യം നശിച്ചാലും അല്ലെങ്കിൽ വളർന്നാലും ഈ രാഷ്ട്രീയ നേതാക്കളാണ് കാരണം. അധികാരം ശരിയായി ഉപയോഗിച്ചാൽ രാജ്യം വളരും. അല്ലെങ്കിൽ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിച്ചാൽ ഇത്തരം സാഹചര്യങ്ങൾ നേരിടേണ്ടി വരും. ഇത് ബ്രിട്ടൻ മാത്രമല്ല, നമ്മുടെ രാജ്യത്തിനും ഒരു നല്ല പാഠമാണ്. നമ്മുടെ രാജ്യത്തും ഇത്തരം സാഹചര്യം വരുമോ? ഇതിനെക്കുറിച്ച് നിന്റെ അഭിപ്രായം കമന്റ് സെക്ഷനിൽ പറയൂ. വീണ്ടും മറ്റൊരു രസകരമായ വീഡിയോയുമായി കാണാം.